പിന്നെ അവൻ താഴെ ഇറങ്ങി വന്നപ്പോൾ അവിടെ കാളക്കുട്ടിയെയും നൃത്തങ്ങളെയും കണ്ടു. അപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു. അവൻ പലകകളെ കയ്യിൽ നിന്ന് എറിഞ്ഞ പർവ്വതത്തിന്റെ അടിവാരത്ത് വെച്ച് പൊട്ടിച്ചു കളഞ്ഞു. അവർ ഉണ്ടാക്കിയ കാളക്കുട്ടിയെ അവൻ എടുത്ത തീയിലിട്ട് ചുട്ട് അരച്ച് പൊടിയാക്കി വെള്ളത്തിൽ വിതറി ഇസ്രായേൽ മക്കളെ കുടിപ്പിച്ചു. ദേഷ്യം വന്ന ആ തീഷ്ണത, ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. അഹരോനോട് ചോദിച്ചു, നീ എന്തായി കാണിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അവൻ പറഞ്ഞു, ഇതാ സംഭവിച്ചതെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ പറയുകയാണ്. എന്നാൽ 26-ാമത്തെ വാക്യത്തിൽ മോശ പാളയത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തിലുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. എന്നാറെ ലേവ്യർ എല്ലാവരും അവൻ്റെ അടുക്കൽ വന്നുകൂടി. പ്രിയമുള്ളവരെ, 11 ഗോത്രങ്ങൾ തെറ്റിപ്പോയപ്പോൾ ഒരു ഗോത്രം പറഞ്ഞു, ഞങ്ങൾ യഹോവയുടെ പക്ഷത്തുള്ളവർ. ഒരു ദൈവമക്കളാ. ഞാൻ പറഞ്ഞല്ലോ, മിസ്രയീം വിട്ടവരാണ്, പെസഹ കഴിച്ചവരാണ്, ചോരത്തളി ആചരിച്ചവരാണ്, മിസ്രയീമിൽ നിന്ന് വരുമ്പോൾ ചെങ്കടൽ കടന്നവരാണ്, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കണ്ടവരാണ്, തങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ജനം എന്ന് ചിന്തിക്കുന്നവരാണ്. എല്ലാം ശരിയാണ്. അവരിൽ തന്നെ 12-ൽ 11 ഗോത്രങ്ങളും യഹോവയ്ക്ക് പകരം കാളക്കുട്ടിയുടെ പുറകെ പോയി. ലേവ്യർ പറഞ്ഞു, എല്ലാവരും പോയാലും ഞങ്ങൾ പോകത്തില്ല, ഞങ്ങൾ വ്യത്യസ്തരാണ്, ഞങ്ങൾ യഹോവയുടെ പക്ഷത്തുള്ളവരാണ്. യഹോവയുടെ പക്ഷത്തിൽ ഉള്ളവർ, അവിടെ എഴുതിയിരിക്കുന്നതാണ്, യഹോവയുടെ പക്ഷത്തിലുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ ലേവ്യർ എല്ലാവരും അവൻ്റെ അടുക്കൽ വന്നുകൂടി. പിന്നെ വലിയൊരു ശുദ്ധീകരണം അവിടെ നടക്കുന്നു. അതാണ് നമ്മൾ കാണുന്നത്. ലേവ്യരെ ദൈവം ഉപയോഗിച്ചു. അവിടെ നമ്മൾ വീണ്ടും കാണുന്നത്, ദൈവം അവൻ്റെ കോപം മായ്ക്കുവാൻ വേണ്ടി മോശ അവൻ്റെ മുമ്പിൽ വീണ്ടും കയറി ചെല്ലുന്നതാണ് 32-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 32-ാമത്തെ വാക്യത്തിൽ, എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായ്ച്ചു കളയണം. യഹോവ മോശയോട്, എന്നോട് പാപം ചെയ്തവൻ്റെ പേർ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. നിന്റെ പേരല്ല മായ്ക്കുന്നത്, ഈ ജനത്തിൻ്റെ എന്നാണ് കാണുന്നത്. ഒരു ശേഷിപ്പ്, അത്യല്പമായ ഒരു ശേഷിപ്പ്. 12 ഗോത്രങ്ങളിൽ 11 ഗോത്രങ്ങളും മാറി നിന്നപ്പോൾ, അല്ലെങ്കിൽ പൊതുജനത്തിൻ്റെ നിലയിലേക്ക് വീണു പോയപ്പോൾ, വിഗ്രഹാരാധനയിലേക്ക് വീണു പോയപ്പോൾ അവരുടെ ഇടയിൽ ഒരു ശേഷിപ്പ്. ഈ ശേഷിപ്പ് എപ്പോഴും ചെറിയ, അത്ര വലിയ കൂടിയതൊന്നും ആയിരിക്കത്തില്ല, എപ്പോഴും ഒരു ചെറിയ ഗണമായിരിക്കും കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ 12 ഗോത്രത്തിൽ 11 ഗോത്രങ്ങളും ദൈവത്തെ അന്വേഷിക്കുകയും ഒരു ഗോത്രം ദൈവത്തെ വിട്ടുകളയുകയും ചെയ്യുമായിരുന്നെങ്കിൽ പിന്നെ നമുക്കൊരു, അതും പറ്റത്തില്ല എങ്കിൽ പോലും. പക്ഷെ ഇതല്ല, 12 ഗോത്രത്തിൽ 11 ഗോത്രങ്ങളും കാളക്കുട്ടിയുടെ പുറകെ പോയി. ദൈവത്തെ അറിയാൻ വയ്യാത്തവരല്ല, പെസഹ ആചരിച്ചവർ, വീണ്ടും ഞാൻ പറയട്ടെ, ചോരത്തളി ആചരിച്ചവർ, ചെങ്കടൽ കടന്നവർ, കർത്താവിൻ്റെ അത്ഭുതങ്ങളെ കണ്ടവർ, അവർ പോലും തെറ്റിപ്പോകാം. പക്ഷെ തെറ്റിപ്പോയാൽ നീ അവരുടെ കൂടെ തെറ്റിപ്പോകരുത്. അവരിൽ നിന്ന് നീ വ്യത്യസ്തനായിരിക്കണം. ഒരു ചെറിയ ശേഷിപ്പേ ഉണ്ടാകത്തുള്ളൂ. നമുക്കറിയാമല്ലോ, നോഹയുടെ കാലയളവിൽ ലോകത്തിലുള്ള സകല മനുഷ്യരും തെറ്റിപ്പോയി. നോഹ മാത്രം, അവൻ്റെ കുടുംബവും, നോഹയുടെ ഭാര്യ, അവൻ്റെ 3 ആൺമക്കൾ, 3 മരുമക്കൾ, 8 പേര്, അത്രയേ ഉള്ളൂ. 8 ലക്ഷമോ 80 ലക്ഷമോ ആയിരിക്കും ബാക്കിയുള്ളവർ. പക്ഷേ അവർ വ്യത്യസ്തരായിരുന്നു. ചിലപ്പോൾ ഒരു ചെറിയ ശേഷിപ്പായിരിക്കും. ആ ചെറിയ ശേഷിപ്പുണ്ടെങ്കിൽ ദൈവം തീർച്ചയായും ഇടപെടും. അബ്രഹാം സോദോമിന് വേണ്ടി കരയുമ്പോൾ പറയുന്നത്, ആ പട്ടണത്തിൽ 10 നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ ആ ദേശത്തെ നശിപ്പിക്കുകയില്ല. ഒരു ചെറിയ ശേഷിപ്പിനെ പോലും കരുതുന്നവനാണ് ദൈവം. യഹോവയുടെ പക്ഷത്തുള്ളവർ മുന്നോട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഗോത്രം മാത്രമാണ് വന്നത്. ഒറ്റുനോക്കാൻ പോയുള്ള ചരിത്രം നമ്മൾ കണ്ടല്ലോ. 12 പേർ ഒറ്റുനോക്കാൻ പോയതാണ്. അതിൽ 2 പേര് മാത്രമേ ദൈവത്തിന് അനുകൂലമായി സംസാരിച്ചുള്ളൂ. എപ്പോഴും ശേഷിപ്പ് ഒരു ചെറിയ ശേഷിപ്പായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. യോശുവയും കാലേബും മാത്രമാണ്. ജനങ്ങൾ അവർ മാറി നിന്നപ്പോൾ പറഞ്ഞതെന്നറിയാമോ? അവരെ കല്ലെറിയണമെന്ന്. അപ്പോൾ ശേഷിപ്പിന് ജീവൻ പോലും ശരിക്കും പറഞ്ഞാൽ അപകടത്തിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അവിടെ നമ്മൾ കാണുന്നത് യഹോവയുടെ തേജസ് അവിടെ ഇറങ്ങി വരുന്നതാണ്. എന്നും ഒരു ശേഷിപ്പുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ
ഏലിയാവ് ചെന്ന് ദൈവത്തോട് പറയാണ്, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, ഞാൻ ഒരുത്തനെ ഉള്ളെങ്കിലും നീ ഒരു ശേഷിപ്പാ. പക്ഷെ കർത്താവ് പറഞ്ഞു, മോനെ അല്ല, ബാലിന് മുട്ടുമുടക്കാത്ത 7000 പേര് ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നതാണ്. ബാലിന് മുട്ടുമുടക്കാത്തതായ 7000 പേര്. ശേഷിപ്പ് ചെറുതായിരിക്കും, പക്ഷേ ആ ശേഷിപ്പിനെ ദൈവം മാനിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ വളരെ വേർപാടില്ലാത്തവരെ കുറിച്ച് പറയുന്നതായ ഒരു കാര്യമാണ്. അതിൻ്റെ കർത്താവ് തന്നെ പറയുന്നത്, ആകാശമേ കേൾക്ക, 2-ാമത്തെ വാക്യത്തിൽ, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരിക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. അതാണ് പൊതുജനത്തിൻ്റെ പ്രത്യേകത. അവിടെ പറയുന്നത്, മൃഗങ്ങൾ പോലും, അവിടെ കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. മൃഗങ്ങൾക്ക് പോലും യജമാനൻ്റെ പുൽത്തൊട്ടിയിലേക്ക് അതിനെ അറിയുന്ന ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അതുപോലും അറിയുന്നില്ല എന്ന് പറയുന്നതായ ഒരു അവസ്ഥ. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. എന്നാൽ കർത്താവ് പറയുന്നു, നീ ഒരു ശേഷിപ്പിൻ്റെ ഭാഗമാകണം. അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 9-ാമത്തെ വാക്യത്തിൽ, സൈന്യങ്ങളുടെ യഹോവ നമുക്ക് അത്യല്പമായൊരു ശേഷിപ്പ് വെച്ചിരുന്നില്ലെങ്കിൽ നാം സോദോം പോലെയും ആകുമായിരുന്നു, ഗോമോറയ്ക്ക് സദൃശ്യമാകുമായിരുന്നു. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയും അറിയുന്നത് നിങ്ങൾ അറിയുന്നില്ല, മത്സരികളായ ജനങ്ങൾ. ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത്? നിങ്ങൾ അധികം പിന്മാറുകയുള്ളൂ. കർത്താവ് അങ്ങ് മടുത്തു. എന്നാലും കർത്താവ് പറയാണ്, ഞാൻ ഇപ്പോഴും നിങ്ങളോട് പിന്നെയും ഇടപെടുന്നതിനൊരു കാരണമുണ്ട്. ഞാൻ അത്യല്പമായ ഒരു ശേഷിപ്പ് വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞു, അത്യല്പമായ ഒരു ശേഷിപ്പ്. എക്സെപ്റ്റ് ജെഹോവ ഓഫ് ഹോസ്റ്റ് ഹാഡ് ലെഫ്റ്റ് അൺടു us എ വെരി സ്മോൾ റെമനന്റ്. വേർപെട്ടവരായ ഒരു ചെറിയ ശേഷിപ്പ്. പ്രിയമുള്ളവരെ, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ആ ശേഷിപ്പാണ്, ആ ശേഷിപ്പിൻ്റെ ഭാഗമാകണം നമ്മൾ. നമ്മളതിൻ്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിങ്ങളെ തന്നെ ഈ ശേഷിപ്പിൻ്റെ ആകാൻ നമ്മൾ എന്ത് ചെയ്യണം? ആ പൊതുജനങ്ങളുടെ അല്ലെങ്കിൽ പിന്മാറിപ്പോയവരുടെ കൂട്ടത്തിൽ നിന്നാൽ, മത്സരികളുടെ കൂട്ടത്തിൽ നിന്നാൽ ദൈവം ഒരിക്കലും നമ്മളെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കർത്താവ് പറയുന്നത്, നീ എത്ര റിലീജിയസ് ആയിട്ട് ഇടപെട്ടാലും, അതാ പറയുന്നത്. നമ്മുടെ ഒരു ചിന്ത എന്നറിയാമോ? എല്ലാം കാണിച്ചിട്ട് വന്ന് ആരാധിച്ചാൽ മതി, റിലീജിയനാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്. പക്ഷെ കർത്താവ് പറയുന്നത് അതിൻ്റെ 13-ാമത്തെ വാക്യം, ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത്, ധൂപം എനിക്ക് വെറുപ്പാകുന്നു, അമാവാസ്യയും ശബത്തും സഭായോഗം കൂടുന്നതും നീതികേടും ഉത്സവയോഗവും എനിക്ക് സഹിച്ചുകൂടാ. നിന്റെ സഭായോഗം പോലും എനിക്ക് സഹിക്കാൻ വയ്യാന്ന്. എന്തുകൊണ്ടാ? കാര്യം നിന്റെ ജീവിതം എങ്ങനെയാ? അതുകൊണ്ട് നിങ്ങളുടെ അമാവാസികളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു, അവ എനിക്ക് അസഹ്യം, അവ ഞാൻ സഹിച്ചു മുഷിഞ്ഞിരിക്കുന്നു. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ. നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിന് മുമ്പിൽ നിന്ന് നീക്കിക്കളവിൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ. നന്മ ചെയ്യുവാൻ പഠിപ്പീൻ. ന്യായം അന്വേഷിപ്പീൻ. പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവിൻ. അനാഥന് ന്യായം പാലിച്ചു കൊടുപ്പീൻ. വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പീൻ. ഒരു മടങ്ങിവരവ് അനിവാര്യമാണ്. 11 ഗോത്രങ്ങളുടെ കൂട്ടത്തിൽപ്പെടാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ, മാറി നിന്ന് ദൈവത്തിന് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്ന ആ ലേവ്യരിൽ ഒരാളാകാൻ നമുക്ക് കഴിയുമോ? ഈ ശേഷിപ്പിൻ്റെ ഭാഗമാകണം നമ്മൾ. ശുദ്ധീകരണം അത്യാവശ്യമാണ്. ഒരു ട്രാൻസ്ഫോംഡ് ലിവിങ് നമുക്ക് അത്യാവശ്യമാണ്. ഇനിയെങ്കിലും മടങ്ങി വരിക. വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവയുടെ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും അത് പഞ്ഞി പോലെ ആയിത്തീരും. യെസ്, ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഒരു കരുണ നോക്കണം. മടങ്ങി വരുന്നവനെ സ്വീകരിക്കുവാൻ കർത്താവ് തയ്യാറാണ്. മടങ്ങി വരുന്നവരെ സ്വീകരിക്കാനായിട്ട്
ദൈവം തയ്യാറാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മനം തിരിഞ്ഞു വരുന്ന 27-ാമത്തെ വാക്യത്തിൽ, സിയോൻ ന്യായത്താലും അതിൽ മനം തിരിയുന്നവർ നീതിയാലും വീണ്ടെടുക്കപ്പെടും. പ്രിയമുള്ളവരെ, ഒരു ചെറിയ ശേഷിപ്പ് മാത്രമേ ഉള്ളെങ്കിലും ആ ശേഷിപ്പിൻ്റെ ഭാഗമായി നിൽക്കണം. മടങ്ങി വരണം. മത്സരികളാകരുത്, മടങ്ങി വരണം. നമ്മുടെ സഭകളിൽ നമ്മൾ ഒരു ചെറിയ ശേഷിപ്പേ ഉള്ളൂ എങ്കിലും ഭൂരിപക്ഷത്തിൻ്റെ കൂടെ പോകണമെന്നല്ല കർത്താവ് പഠിപ്പിക്കുന്നത്. വിശുദ്ധിക്ക് വേണ്ടിയും വേർപാടിന് വേണ്ടിയും നിലകൊള്ളുന്നതായ ഒരു ചെറിയ ഗ്രൂപ്പേ ഉള്ളെങ്കിലും ഒരു ചെറിയ ശേഷി, അത്യല്പമായ ഒരു ശേഷിപ്പെന്നാണ് പറയുന്നത്. അത്രേ ഉള്ളായിരിക്കും, ആയിക്കോട്ടെ. 12 ഗോത്രങ്ങളിൽ ഒരു ഗോത്രം മാത്രമാണ് ലേവ്യ ഗോത്രം. ബാക്കിയുള്ള 10 ഗോത്രങ്ങളുടെ കൂടെ നിൽക്കരുത്. കർത്താവിൻ്റെ വചനത്തെ കേട്ട് നിൽക്കണം. അഹരോൻ തെറ്റിപ്പോയാലും തെറ്റിപ്പോകരുത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. മോശ പർവ്വതത്തിലായിരുന്നപ്പോൾ അഹരോൻ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. ലേവ്യനാണ് അഹരോൻ. അഹരോൻ അവരുടെ ലീഡറാണ്. അവരുടെ ഏറ്റവും വലിയ നേതാവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോശ കഴിഞ്ഞാൽ അഹരോനാണ്. ആ അഹരോൻ തെറ്റിപ്പോയിട്ട് ഈ ലേവ്യന്മാരും തെറ്റിപ്പോയില്ല. നമ്മുടെ നേതാക്കന്മാർ തെറ്റിയാലും നമ്മൾ തെറ്റാൻ പാടില്ല. നമ്മൾ വ്യത്യസ്തരായിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അടുത്ത ദിവസം നമുക്ക് വീണ്ടും ഈ കാര്യത്തെക്കുറിച്ച് പഠിക്കാനുണ്ട്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. യേശുവിൻ്റെ വചനങ്ങൾ വായിച്ചാൽ അവിടെ എല്ലാം നമ്മൾ കാണുന്നത് വേർപാടിൻ്റെ കാര്യങ്ങളാണ്. യേശുവിൻ്റെ ഗിരിപ്രഭാഷണം വായിച്ചാലും എല്ലായിടത്തും കാണുന്നത് യേശുവിൻ്റെ ശിഷ്യന്മാർ മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തരായിരിക്കണം എന്നുള്ളതാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. നമ്മൾ വ്യത്യസ്തരായിരിക്കണം. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലെല്ലാം അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം നൽകിയിരിക്കുകയാണ്. അവിടെ എല്ലാം വ്യത്യസ്തരാകുവിൻ എന്നാണ് പറയുന്നത്. വ്യത്യസ്തരാകുവിൻ. അത് മറ്റുള്ളവർ പറയുന്ന വാക്കുകൾക്ക് തുല്യമായ വാക്കുകളല്ല. ഞാൻ ചിലപ്പോൾ ഈ ബിയാറ്റിറ്റ്യൂഡ്സിൻ്റെ കാര്യം, കർത്താവിൻ്റെ അനുഗ്രഹ വചനങ്ങൾ പറയുന്നത് നോക്കിയപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. സാധാരണ നിലയിൽ ഒരുത്തൻ പറയുന്നതിൻ്റെ എല്ലാം നേരെ ഓപ്പോസിറ്റാണ് കാണുന്നതല്ല. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. നമ്മൾ പറയുന്നത് ആത്മാവിൽ എന്നുള്ള വാക്ക് പോലും അല്ല. ശരിക്കും ലൂക്കോസിൻ്റെ വിഷയത്തിൽ ദോസ് ആർ പൂവർ എന്നേ ഉള്ളൂ. ദരിദ്രര് ഭാഗ്യവാന്മാരെന്ന്, ദൈവരാജ്യം അവർക്കുള്ളതെന്ന്. വെറും ദാരിദ്ര്യത്തെക്കുറിച്ചല്ല അവിടെ പറയുന്നത്. സ്പിരിറ്റിൽ ആ ആത്മാവിനെ കാംക്ഷിക്കുന്ന, എനിക്ക് കൂടുതൽ ആത്മാവിനെ വേണം എന്ന് പറയുന്ന അവർക്കാണ് ദൈവരാജ്യം. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ലോകത്തിൽ ആരും പറയത്തില്ല ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാരാണെന്ന്. പക്ഷെ കർത്താവ് പറയാ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. എല്ലാവരും പറയുന്നത് കയ്യൂക്കുള്ളവൻ, കാര്യക്കാരൻ, അവൻ ഭൂമിയെ അവകാശമാക്കുമെന്ന. കർത്താവ് പറഞ്ഞു സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർ. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. നോക്കുക, ഓരോ വേദഭാഗങ്ങളും നമുക്ക് നാളെ അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ നമുക്ക് അറിയാം. ഈ അനുഗ്രഹ വചനങ്ങൾ എല്ലാവരും പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് പറയുന്നത്. കാരണം ഈ ഗിരിപ്രഭാഷണത്തിൽ എല്ലാം ആ കാലഘട്ടം നമ്മൾ ആലോചിക്കണം. പുറമേ ഉള്ളതിനെ എല്ലാം വലുതായി കണക്കാക്കുന്ന പരീശന്മാരുടെ ഒരു സാഹചര്യ കാലഘട്ടത്തിൽ ആ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഉപദേശങ്ങളെ അങ്ങനെയല്ല, അതിൻ്റെ നേരെ ഓപ്പോസിറ്റായി കാര്യങ്ങളെ പഠിപ്പിക്കുന്നതിനാണ് കർത്താവ് ഗിരിപ്രഭാഷണം പറയുന്നത്. ഗിരിപ്രഭാഷണം മാത്രമല്ല, അതിനോട് ചേർന്നുള്ള പല കാര്യങ്ങൾ നമുക്ക് ന്യൂ ടെസ്റ്റമെന്റിൽ നിന്ന് പഠിക്കാനായിട്ടുണ്ട്. നമുക്ക് നാളെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാം. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയുവിൻ, അവന് ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയുവിൻ, അവന് ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ വിശുദ്ധന്മാരവനെ ഭയപ്പെടുന്നതിനാൽ അവന്റെ ഭക്തന്മാർക്കൊന്നിനും മുട്ടുണ്ടാകില്ല. അവന്റെ വിശുദ്ധന്മാരവനെ ഭയപ്പെടുന്നതിനാൽ അവന്റെ ഭക്തന്മാർ
വിശന്നിരിക്കും. ദൈവഭക്തരോ ഒരു നന്മയ്ക്കും കുറവില്ല. അവന്റെ കരുണ ദിനവും അവന്റെ ഭക്തർക്കുള്ളതിനാൽ അനന്ത നന്മകൾ അനുഭവിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ കരുണ ദിനവും അവന്റെ ഭക്തർക്കുള്ളതിനാൽ അനന്ത നന്മകൾ അനുഭവിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയുവിൻ, അവന് ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയുവിൻ, അവന് ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇസ്രായേലിനെ മരുഭൂവിൽ നടത്തിയ ദൈവം, ചെങ്കടലിനെ രണ്ടായി വിഭജിച്ച ദൈവം. ഇസ്രായേലിനെ മരുഭൂവിൽ നടത്തിയ ദൈവം, ചെങ്കടലിനെ രണ്ടായി വിഭജിച്ച ദൈവം. അവന്റെ കരുതൽ ദിനവും അവന്റെ മക്കൾക്കുള്ളതിനാൽ അതുല്യ രക്ഷയിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ കരുതൽ ദിനവും അവന്റെ മക്കൾക്കുള്ളതിനാൽ അതുല്യ രക്ഷയിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയുവിൻ, അവന് ശരണം